തദ്ദേശീയരായ കർഷകർ ഉൽപ്പാദിപ്പിച്ച വിഷരഹിത പച്ചക്കറികളുമായി പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ഓണച്ചന്തയ്ക്ക് തുടക്കമായി. 10% അധിക വില നൽകി സംഭരിച്ച പച്ചക്കറികളാണ് മിതമായ വിലയിൽ ഓണച്ചന്തയിൽ ഒരുക്കിയിരിക്കുന്നത്. ചൊവ്വാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഓണച്ചന്തയുടെ ഉദ്ഘാടനം മൂവാറ്റുപുഴ MLA മാത്യു കൂടൽനാടൻ നിർവഹിച്ചു. പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കൃഷിവകുപ്പിന്റെ ഓണസമൃദ്ധി കർഷക ചന്ത 2026 പോത്താനിക്കാട് കാർഷിക വിപണിയിൽ തുടക്കമായി. ഓണനാളുകളിൽ കർഷകർ ഉൽപ്പാദിപ്പിച്ച വിഷരഹിതമായ നാടൻ പച്ചക്കറികളും മറ്റ് മറുനാടൻ പച്ചക്കറികളും തുടങ്ങി കേരള അഗ്രോ ഉൽപ്പന്നങ്ങളും ന്യായവിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചന്ത സംഘടിപ്പിച്ചിരിക്കുന്നത്. കാർഷിക വിപണി അങ്കണത്തിൽ വച്ച് ഓണച്ചന്തയുടെ ഉദ്ഘാടനം മൂവാറ്റുപുഴ MLA ഡോക്ടർ മാത്യു കൂടൽനാടൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു ആദ്യ വിൽപ്പന നടത്തി. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജോമി തെക്കക്കര, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലൂസി സന്തോഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ എബ്രഹാം, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി ബിജു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല റോയ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കാർഷിക വിപണി പ്രസിഡന്റ് CJ ജോണി, കൃഷി അസിസ്റ്റന്റ് ഷെറീന KP എന്നിവർ പ്രസംഗിച്ചു. കൃഷി ഓഫീസർ ബോസ് മത്തായി സ്വാഗതം ആശംസിച്ചു. കൃഷി അസിസ്റ്റന്റ് സുഹറ TM നന്ദി രേഖപ്പെടുത്തി. പൊതുവിപണിയേക്കാൾ 30% കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള പച്ചക്കറികൾ കർഷകർക്ക് 10% അധിക വില നൽകി സംഭരിച്ചാണ് നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അർഹമായ വില ഉറപ്പാക്കാനും ഉത്സവകാലത്ത് പൊതുജനങ്ങൾക്ക് ആശ്വാസമാകാനും കർഷക ചന്തയിലൂടെ സാധിക്കും. ചൊവ്വാഴ്ച വരെ ചന്തയുടെ പ്രവർത്തനം കാർഷിക വിപണിയിൽ ലഭ്യമായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.